കണ്ണൂരിൽ റാപ്പർ വേടന്റെ ഷോയിൽ ആരാധകന്റെ സാഹസിക പ്രകടനം. ഗ്രൗണ്ടിൽ 35 അടി ഉയരത്തിലുള്ള ഫ്ലഡ് ലൈറ്റിന്റെ മുകളിൽ കയറി യുവാവ്. വേടന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ആരാധകൻ താഴെ ഇറങ്ങി. സന്തോഷ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ, ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാറ്റുകെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ. പാട്ട് കേൾക്കാൻ വരികയാണെങ്കിൽ പാട്ട് കേട്ടങ്ങ് പോയാൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നതും ആ പാട്ടൊക്കെ നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. വിദിഷ, ഇന്നലെ രാത്രിയാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ധർമ്മശാലയിൽ വേടന്റെ സംഗീത പരിപാടി നടന്നത്. ഈ സംഗീത പരിപാടി നടക്കുന്നതിനിടയിലാണ് ഒരാൾ സാഹസികമായി വളരെ അപകടകരമായി ഈ ഫ്ലഡ് ടവറിന്റെ മുകളിൽ കയറി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. വലിയ രീതിയിൽ ഈ പരിപാടി അവിടെ കൂടി നിന്നവർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതായിരുന്നു ഇയാളുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. വലിയ അപകടകരമായ രീതിയിലാണ് ഈ വലിയ ഉയരമുള്ള 35 അടി ഉയരമുള്ള ടവറിന്റെ മുകളിൽ കയറി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. ഇതിനെ തുടർന്ന് വേടൻ തന്നെ അയാളോട് താഴെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അല്പസമയം പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പോലീസ് ഇടപെട്ട് ഇയാളെ താഴെ ഇറക്കുകയായിരുന്നു. അതിനുശേഷമാണ് പരിപാടി വീണ്ടും തുടരാൻ സാധിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു അപകടകരമായ പ്രവൃത്തി നടത്തി അവിടെ എത്തിയ ആളുകളെ മുഴുവൻ പ്രയാസത്തിലാക്കുന്ന രീതിയിലാണ് ആ പ്രവൃത്തി ഉണ്ടായത്. അതിനെ തുടർന്നാണ് പരിപാടി പോലും അല്പസമയം നിർത്തിവെക്കേണ്ടി വന്നത്. വിനിഷ, ശരി. ഏതായാലും കണ്ണൂരിൽ ഇന്നലെ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ വേദിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വേടൻ്റെ സംഗീത പരിപാടിക്കിടെ, മ്യൂസിക്കൽ ഷോക്കിടെയാണ് ഒരു ആരാധകൻ, അല്ലെങ്കിൽ ആരാധകനെന്നും പറഞ്ഞുകൂടാ, കാരണം ആരാധന മൂർത്താവില്ല അത്തരത്തിലൊരു സാഹസിക പ്രകടനത്തിന് ഒരുങ്ങിയത്. ശരിക്കും അങ്ങനെ ചെയ്തുകൂടാ. കാരണം ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയുടെ സംഘാടനത്തിൽ തന്നെയുണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ. അത് ആളുകൾക്ക് നല്ല രീതിയിൽ കാണാൻ, നല്ല രീതിയിൽ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ഷോയൊക്കെ. കാരണം നിറയെ ആളുകളുണ്ടാകും. ആളുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഓരോ മനുഷ്യന്മാരുടെയും സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധയോടുകൂടി, സുരക്ഷയോടുകൂടി സംഘാടനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, ഓരോ പരിപാടിയും സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില അലമ്പുകളും ഉണ്ടാകും. അത്തരത്തിലുള്ള അലമ്പുകൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. കാരണം നല്ല രീതിയിൽ പരിപാടി ആസ്വദിക്കാൻ വരുന്ന മനുഷ്യന്മാരുണ്ടാകും. എന്തിനാ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം.